ജീസസ് റെയിൻസ്, യേശു വാഴുന്നു. വീണ്ടും നിങ്ങൾക്ക് ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം. ആന്തരിക സൗഖ്യ ചിന്തകളാണ് ഞാൻ നിങ്ങളോട് ഈ എപ്പിസോഡുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ എപ്പിസോഡിൽ ഞാൻ ആന്തരിക മുറിവുകളുമായുള്ള ബന്ധത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാകുന്ന പൂർത്തീകരിക്കാത്ത ആഗ്രഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനിടയായി. ആ ഭാഗം തന്നെ തുടരുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. സദൃശവാക്യങ്ങൾ 19:21 പല ആലോചനകളുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ പല ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല ആലോചനകൾ, പല ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ഹിതമാണ്, കർത്താവിൻ്റെ ആലോചനയാണ് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുവാൻ പോകുന്നത്. അങ്ങനെ വരുന്ന പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ മുഖാന്തരം നമ്മുടെ ഉള്ളിൽ മുറിവുകളുണ്ടാകും, മനസ്സിൽ മുറിവുകളുണ്ടാകും. ആ മുറിവുകൾ തുടരുകയാണെങ്കിൽ അതുമൂലം കേട് സംഭവിക്കുവാനിടവരും. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ വർഷം എനിക്ക് 85% കിട്ടുവാൻ പോകുന്നു, അതിനുശേഷം ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുവാൻ പോകുന്നു, അതിനുശേഷം ഞാൻ MBBS പോകുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ എനിക്കൊരു വലിയ ഡോക്ടർ ആകണം. ഇപ്പോൾ തന്നെ പേരിൻ്റെ കൂടെ എഴുതി വെച്ചു, ഡോക്ടർ സാം, ഡോക്ടർ ജോർജി, ഡോക്ടർ മിഥുൻ എന്നൊക്കെ എഴുതി വയ്ക്കുവാനിടയായി. പക്ഷേ 10ാം ക്ലാസ്സിൽ തൻ്റെ പരീക്ഷയുടെ സമയമായപ്പോൾ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വീടിൻ്റെ അന്തരീക്ഷമെല്ലാം മാറിപ്പോയി. അവൻ ആഹാരമുണ്ടാക്കുവാൻ ആളില്ല, രാവിലെ വിളിച്ചുണർത്തുവാൻ ആളില്ല, അവൻ്റെ തുണി കഴുകി കൊടുക്കുവാൻ ആളില്ല. ആ വീടിൻ്റെ അന്തരീക്ഷം മുഴുവൻ മാറിപ്പോയി. ഇവൻ അടുക്കളയിൽ കയറേണ്ടതായിട്ട് വന്നു. പഠിത്തത്തിൽ നിന്ന് ശ്രദ്ധ മാറുവാനിടയായി. അമ്മ നഷ്ടപ്പെട്ട വേദന വന്നു. എല്ലാം താറുമാറായി. ആഗ്രഹങ്ങളെല്ലാം തകർന്നുപോയി. 10ാം ക്ലാസ്സിൽ കഷ്ടിച്ച് ജയിച്ചു. 55% മാർക്ക് ലഭിച്ച് ജയിച്ചു. പിന്നീട് ആർട്സ് ഗ്രൂപ്പിലേക്ക് പോയി. ഇപ്പോൾ 40 വയസ്സാകുമ്പോഴും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് കഴിഞ്ഞില്ലല്ലോ, അമ്മയുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല, എനിക്കൊരു ഡോക്ടറായി തീരുവാൻ കഴിയുമായിരുന്നു. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കുന്നവർ, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കുന്ന ഇതേപോലെ വേദന അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ മറ്റു ചിലർ അഹങ്കാരം മൂലം, നിഗളം മൂലം എടുക്കുന്ന തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ മുഖാന്തരമായിട്ട് അവരുടെ ജീവിതത്തിലും പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങളിൽ ഗേഹസി എന്ന് പറയുന്ന ഒരു പ്രവാചകന് സംഭവിച്ച ദുഃഖകരമാകുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഏലിശ പ്രവാചകൻ്റെ കൂടെയായിരുന്നു. അടുത്ത പ്രവാചകനായി തീരേണ്ടവനാണ്. ഏലിയാവിൻ്റെ കൂടെയാണ് ഏലിശ നടന്നത്. ഏലിശ കൂടെ നടന്ന് വിട്ടുമാറാതെ കൂടെ നടന്ന് യോർദാൻ കടന്ന് അക്കരെ ചെല്ലുമ്പോൾ തൻ്റെ മേൽ പുതപ്പ് വന്ന് വീഴുകയാണ്. അങ്ങനെ ഒരു വലിയ ട്രാൻസ്ഫർ നടന്നു, ഒരു കൈമാറ്റം നടക്കുവാനിടയായി, അഭിഷേകം കൈമാറ്റപ്പെടുവാനിടയായി. ഏലിയാവിൽ നിന്ന് ശുശ്രൂഷ ഏലിശയിലേക്ക് കൈമാറ്റപ്പെടുവാനിടയായി. അടുത്ത കൈമാറ്റം നടക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഗേഹസി. പക്ഷേ ആ ഗേഹസിയുടെ മുൻപിൽ ഒരു അഭിഷേകത്തിൻ്റെ വഴി തുറക്കപ്പെട്ടിരിക്കുകയാണ്, ശുശ്രൂഷയുടെ വഴി തുറക്കപ്പെട്ടിരിക്കുകയാണ്, പ്രവചനത്തിൻ്റെ വഴി തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ദ്രവ്യാഗ്രഹത്തിൻ്റെ വഴി പിശാച് അവന് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. അവൻ്റെ ഉള്ളിലൊരാഗ്രഹം, പ്രവാചകനാകുന്നു നല്ലത് തന്നെ, അഭിഷേകം നല്ലത് തന്നെ, അതിൻ്റെ കൂടെ എനിക്ക് ദ്രവ്യവും ആവശ്യമാണ്. സ്വർണത്തിൻ്റെ പിന്നാലെ, ദ്രവ്യത്തിൻ്റെ പിന്നാലെ അവൻ ഓടിപ്പോകുവാനിടയായി. വന്ന് സൗഖ്യമായ നയമാൻ, അരാമിൽ നിന്ന് വന്ന് സൗഖ്യമായ കുഷ്ഠരോഗിയാകുന്ന അരാം മന്ത്രി നയമാൻ, ആ നയമാൻ്റെ പിന്നാലെ ഓടിപ്പോയി. ആ നയമാനോട് തൻ്റെ പക്കൽ നിന്ന് ദ്രവ്യം വാങ്ങുവാൻ വേണ്ടി ഇവൻ ശ്രമം നടത്തിയത് മുഖാന്തരം എന്താണ്? അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് അവൻ പുറത്തുപോയി. ശുശ്രൂഷ നഷ്ടപ്പെട്ടു. പ്രവചന ശുശ്രൂഷ, അവൻ്റെ മുൻപിൽ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ, ഏലിശയിൽ നിന്നൊരു കൈമാറ്റം നടക്കേണ്ടത് നഷ്ടപ്പെട്ടു പോകുവാനിടയായി. മാത്രവുമല്ല, അവൻ കുഷ്ഠരോഗിയായി തീർന്നു. അപ്പോൾ അവൻ കുഷ്ഠരോഗിയായി ഏലിശയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി. അവസാനം അവൻ എങ്ങനെയായിരിക്കും ഈ ഭൂമിയിൽ ജീവിച്ചത്? പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ അവൻ കൂടെ ചിന്തിക്കുമായിരിക്കും. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചിരുന്നു എങ്കിൽ എനിക്ക് ആ പ്രവാചക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നു. ദ്രവ്യാഗ്രഹത്തിൻ്റെ പിന്നാലെ പോയത് കൊണ്ടാണ് എനിക്ക് ഈ ഗതികേടുണ്ടായത്.
അങ്ങനെ ഗതികേട് അനുഭവിക്കുന്ന അനേകർ ഈ ഭൂമിയിലുണ്ട്. അവരുടെ തെറ്റായ തീരുമാനങ്ങൾ മൂലം, തെറ്റായ ആഗ്രഹങ്ങൾ മൂലം അവരുടെ ജീവിതത്തിൽ വരുന്ന തകർച്ചകൾ, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ, അതിൻ്റെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നത് എങ്കിലും യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ മടങ്ങി വരികയാണ് എങ്കിൽ യേശു നിന്നെ വിടുവിച്ച് നിൻ്റെ ജീവിതത്തിലെ തകർച്ചകളെ മാറ്റുവാൻ ക്ഷമിക്കുന്ന പ്രാപ്തിയുള്ള കർത്താവാകുന്നു. യേശുവിൻ്റെ അരികിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ക്ഷമിച്ച് നിന്നെ സൗഖ്യമാക്കുവാൻ വിശ്വസ്തനാണ്. ഏതെങ്കിലും പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കരുത്. നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന ആ ശുശ്രൂഷകൻ വർഷങ്ങളായിട്ട് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ തൻ്റെ ശുശ്രൂഷയിൽ വേണ്ടവണ്ണം ഒരു വിജയം നേടിയെടുക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. ഒത്തിരി ആളുകളെ സ്നാനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ഒത്തിരി ആളുകളെ യേശുവിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പൂർത്തീകരിക്കാത്ത ആഗ്രഹത്തിൽ ജീവിക്കരുത്. ഇവിടെ വരുവാൻ സാധ്യതയുള്ള പല കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ദൈവത്തിന് എന്നിൽ താല്പര്യമില്ല. ഇങ്ങനെയുള്ളവർ, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കുന്നവർ, അവരുടെ ഹൃദയത്തിൽ വരുന്നൊരു ചിന്തയാണ് ഗാഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മീ. ദൈവത്തിന് എന്നിൽ താല്പര്യമില്ല. നോക്ക്, ആ സയൻസിൽ നല്ല മാർക്ക് വാങ്ങിയ ആ വിദ്യാർത്ഥിയിൽ ദൈവം തൽപരനാകുന്നു. ആയിരക്കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തിയ ആ പാസ്റ്ററിൽ ദൈവം തൽപരനാകുന്നു. ഞാനിപ്പോഴും 15 പേരുമായിട്ടിരിക്കുകയാണ്. എനിക്ക് അധികം പേരെ കർത്താവിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞില്ല. നോക്ക്, ഭയങ്കര പ്രവചനം നടത്തുന്ന ആ പ്രവാചകനിൽ ദൈവം തൽപരനാകുന്നു. ഗാഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹിം. പക്ഷേ എനിക്കൊരു പ്രവചനം പോലും കിട്ടുന്നില്ല, എനിക്കൊരു ദർശനം പോലും കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള കമ്പാരിസൺ മുഖാന്തരമായിട്ടുള്ള പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കരുത്. ഇവിടെ ദൈവം എന്നിൽ തൽപരനല്ല എന്നതും അതോടൊന്നിച്ച് തന്നെ നമ്മുടെ താരതമ്യം, ജീവിതത്തെ നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുവാനിട വരുന്നു. നിൻ്റെ അയൽപക്കത്തുള്ളവരുമായിട്ട് നിൻ്റെ ജീവിതത്തെ നീ താരതമ്യപ്പെടുത്തുവാനിട വരുന്നു. നിൻ്റെ ജീവിതവുമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തുവാനിട വരുന്നു. നിൻ്റെ വീട്ടിലെ മകളുടെ മാർക്കും അടുത്ത വീട്ടിലെ മകളുടെ മാർക്കും തമ്മിൽ താരതമ്യപ്പെടുത്തുവാനിട വരുന്നു. അരുത്, 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 അരുത്. കമ്പാരിസൺ ബ്രിങ്സ് കോമ്പറ്റീഷൻ. മത്സരം കൊണ്ടുവരുന്നതാണ് താരതമ്യം എന്ന് പറയുന്നത്. നിങ്ങൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ തന്നെ നിങ്ങൾ യേശുക്രിസ്തുവുമായി നിങ്ങളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതം യേശുവിനെ പോലെ ആയിരിക്കുന്നുവോ? യേശുവിൻ്റെ ഗുണമേന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് നല്ല താരതമ്യം എന്ന് പറയുന്നത്. വസ്തുലോക സംബന്ധമാകുന്ന ഈ ലോകത്തിലെ, വിദ്യാഭ്യാസ സംബന്ധമാകുന്ന ഈ ലോകത്തിലെ, ധനസംബന്ധമാകുന്ന താരതമ്യങ്ങൾ അവസാനിപ്പിക്കുക. പകരം വചനാടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവുമായി നിങ്ങളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തുക. യേശുവിനെ പോലെ ക്ഷമിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? യേശുവിനെ പോലെ സഹിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? യേശുവിനെ പോലെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ആ മേഖലയിൽ യേശുവുമായി ജീവിതത്തെ താരതമ്യപ്പെടുത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം യേശു ഏറ്റെടുക്കുവാനിടവരും. എല്ലാ ഭവനവും ദൈവിക സമാധാനം കൊണ്ട് നിറയുവാനിടവരും. നിങ്ങളുടെ തലമുറകൾ, അവരെ ദൈവം എന്താക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ അവരെ എത്തിക്കുവാൻ കർത്താവ് വിശ്വസ്തനാകുന്നു. ആവശ്യമില്ലാതെ അവരെ പ്രഷറൈസ് ചെയ്ത് അവർക്ക് പോകുവാൻ ഇഷ്ടമില്ലാത്ത MBBSന് അവരെ തള്ളിവിട്ട്, എൻജിനീയറിങ്ങിന് അവരെ തള്ളിവിട്ട്, വേറെ ഏതൊക്കെയോ കോഴ്സിന് അവരെ തള്ളിവിട്ട്, പോടാ പഠിക്കടാ പഠിക്കടാ എന്ന് പറഞ്ഞ് അവൻ ആഗ്രഹമില്ലാത്ത വിഷയത്തിലേക്ക് അവനെ തള്ളിവിട്ട് അവൻ്റെ ഭാവിയെ കുഴയ്ക്കുവാൻ ഇടവരരുത്. അവനങ്ങ് പഠിച്ച് വലിയ ആളായതിനു ശേഷമായിട്ട് പിന്നെ അവന് നിന്നെ കാണാൻ പോലും സമയമില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കേൾക്കുവാനിടയായിട്ടുണ്ട്. അപ്പൻ മകൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വലിയ ആഗ്രഹമുള്ളവനായിരുന്നു. അവനെ അമേരിക്കയിൽ വിട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒടുക്ക അമേരിക്കയിൽ വിട്ട് പഠിപ്പിക്കുവാൻ ഇടവന്നു. അവന് UN-ൽ ജോലി കിട്ടുവാനിടയായി. പക്ഷേ അപ്പനെ കാണുവാൻ അവന് സമയമില്ല. അവൻ്റെ ജോലിയുടെ തിരക്ക് മുഖാന്തരമായിട്ട് അവൻ ഇന്ത്യയിൽ വരുവാൻ സമയമില്ല. അപ്പനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സമയമില്ല. അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സമയമില്ല. ഇപ്പോൾ അപ്പനും അമ്മയും പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ തന്നെയാണ് അവനെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് അയക്കുവാനിടയായത്. ഇപ്പോൾ അവർക്ക് അപ്പനെയും അമ്മയും വേണ്ട. അവർക്ക് വലിയ വലിയ ആളുകളുമായിട്ടുള്ള ബന്ധമല്ലേ. അവരുടെ സമയം മുഴുവൻ അവർക്ക് കൊടുക്കുകയാണ്. അപ്പനും അമ്മയ്ക്കും കൊടുക്കുവാൻ അവർക്ക് സമയമില്ല. അപ്പനും അമ്മയും അനാഥരെ പോലെ ആയിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ല എങ്കിൽ ആ ആഗ്രഹങ്ങൾ, അപകടകരമാകുന്ന ആഗ്രഹങ്ങൾ മുഖാന്തരമായിട്ട് ജീവിതത്തിൽ തകർച്ചയുണ്ടാകുവാനിടവരും. അത് വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ നിങ്ങൾക്ക് ക്രമം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാനുള്ള നല്ല സമയം ഇതാകുന്നു. യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ മടങ്ങി വന്ന് നിങ്ങൾക്ക് വന്നുപോയിരിക്കുന്ന തെറ്റുകളെ കർത്താവിനോട് പറഞ്ഞ് നിരപ്പ് പ്രാപിച്ച ആ മേഖലയിൽ ഒരു മാനസാന്തരത്തെ സ്വീകരിക്കുകയാണ് എങ്കിൽ യേശു ഒരു പുതുക്കിപ്പണി നടത്തുവാൻ വിശ്വസ്തനാണ്. ഒരു റിനോവേഷൻ നടത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ്. വീണ്ടും പുതുക്കി പണിത് മനോഹരമാക്കുവാൻ തക്കവണ്ണം യേശു പ്രാപ്തിയുള്ളവനാകുന്നു.
നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ പാർപ്പിന് വരെ ദൈവം അതിരുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഏതൻസിൽ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അപ്പോസ്തലനാകുന്ന പൗലോസ് ഏതൻസിലുള്ള ഫിലോസഫേഴ്സിനോട് പറയുകയാണ്. തൻ്റെ പ്രസംഗത്തിൽ ഫലം കാണാതെ പോയൊരു പ്രസംഗമാണ് ഏതൻസിലെ പ്രസംഗം എന്ന് പറയുന്നത്. അതിന് തൊട്ടു മുൻപ് തെസ്സലോനിക്കയിൽ പ്രസംഗിക്കുവാനിടയായി, ബയോറിയയിൽ പ്രസംഗിക്കുവാനിടയായി. അവിടെ നടന്ന പീഡനങ്ങൾക്ക് ശേഷമാണ് താൻ ഏതൻസിൽ എത്തിച്ചേരുവാനിടയായത്. ഏതൻസ് കഴിഞ്ഞ് താൻ കൊരിന്തിൽ പോകുവാനിടയായി. അപ്പോൾ തെസ്സലോനിക്കയിൽ സഭ സ്ഥാപിതമായി, ബയോരിയിൽ പ്രസംഗം ഫലം ഉളവാക്കിയ പ്രസംഗമായിരുന്നു. കൊരിന്തിൽ വലിയ ഉണർവുണ്ടാകുവാനിടയായി. എന്നാൽ ഏതൻസിൽ മാത്രം, തത്വജ്ഞാനികളുടെ ഇടയിൽ മാത്രമാണ് വേണ്ട വിധത്തിൽ ഫലമുണ്ടാകാതെ പോയത്. ഈ ഫലമുണ്ടാകാതെ പോയ ഇടത്ത് നടത്തിയ പ്രസംഗത്തിൽ 17-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിയമിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ആളുകൾക്കെല്ലാം അങ്ങ് വെപ്രാളമാണ്. എന്തൊക്കെയോ നേടിയെടുക്കുവാൻ വേണ്ടി, എവിടെയൊക്കെയോ പോകുവാൻ വേണ്ടി അങ്ങ് വെപ്രാളപ്പെടുകയാണ്. ഇന്ത്യയിൽ കിടക്കുന്നവന് ഗൾഫിൽ പോകണം, ഗൾഫിൽ കിടക്കുന്നവന് ഇംഗ്ലണ്ടിൽ പോകണം, ഇംഗ്ലണ്ടിൽ കിടക്കുന്നവൻ ഓസ്ട്രേലിയയിൽ പോകണം. അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അസംതൃപ്തി കൊണ്ട് നിറഞ്ഞൊരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ദൈവം ഇവിടെ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുകയാണ്, നാം ഒക്കെ എവിടെ ജീവിക്കണമെന്നുള്ളതുവരെ കർത്താവ് നിശ്ചയിച്ചിരിക്കുകയാണ്. നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചിരിക്കുകയാണ്. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കരുത്, അസംതൃപ്തിയിൽ ജീവിതം നയിക്കരുതേ. ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണമാണ്. ഒരിക്കൽ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സ് എൻ്റെ അരികിൽ വന്ന് പറയുവാനിടയായി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് കേവലം 5000 രൂപ മാത്രമേ ഇവിടെ ശമ്പളമുള്ളൂ, ജീവിതത്തിൽ ഒരു പുരോഗതി പ്രാപിക്കണം, വലിയ ഞെരുക്കമാണ്, ജോലിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുവാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരെന്നോട് അപേക്ഷിക്കുവാനിടയായി. അത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്, അവർക്കൊരു പുരോഗതി ഉണ്ടാകട്ടെ. ഞാൻ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനിടയായി. എന്നാൽ അന്ന് രാത്രിയിൽ വീട്ടിൽ വന്നപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വരുവാനിടയായി. ഒരു നഴ്സാണ്. അവർ പറഞ്ഞു, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ജോലി ചെയ്യുന്നത്, ജോലി വളരെ കഠിനമാണ്, എനിക്ക് 60,000 രൂപയ്ക്ക് അടുത്തു മാത്രമേ ശമ്പളം ലഭിക്കുന്നുള്ളൂ, 60,000 രൂപയ്ക്ക് അടുത്തു മാത്രമേ തനിക്ക് ശമ്പളം ലഭിക്കുന്നുള്ളൂ. പാസ്റ്റർ, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്, അതിനാൽ എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ ഒരു വിസ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നോക്ക്, കേരളത്തിൽ കിടക്കുന്നവർക്ക് ഗൾഫിൽ പോകണം, ഗൾഫിൽ കിടക്കുന്നവർക്ക് ഇംഗ്ലണ്ടിൽ പോകണം. ഇംഗ്ലണ്ടിലുള്ളവർ അവിടെ തണുപ്പ് വളരെ കൂടുതലാണ്, താമസിക്കുന്ന വീട് വളരെ ചെറുതാണ്, അവിടുത്തെ സംസ്കാരം വളരെ വഷളാണ്, കുട്ടികളെ വളർത്തുവാൻ കഴിയത്തില്ല, തെറ്റിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഓസ്ട്രേലിയക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ചെന്നവരോ അവർ പറയുന്നു, സൂര്യതാപം ഏറ്റവും കൂടുതലുള്ളത് ഓസ്ട്രേലിയയിലാണ്, ഓസ്ട്രേലിയ ഒരു മരുഭൂമിയായി തീരുവാൻ പോകുന്നു, ഓസ്ട്രേലിയയിലെ വെള്ളം വറ്റുവാൻ പോവുകയാണ്. അവർ ഓസ്ട്രേലിയയിലും അസംതൃപ്തരാകുന്നു. ഇനി പോട്ട് അമേരിക്ക വരെ എത്തട്ടെ, അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അമേരിക്കയിലും ആളുകൾ അസംതൃപ്തരാകുന്നു. എവിടെയാണ് ഇനി അവർക്ക് പോകുവാൻ കഴിയുന്നത്? സ്വർഗമല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് പലരും നേരത്തെ സ്വർഗത്തിലേക്ക് പോകുന്നത്. ഭൂമിയിൽ ലഭ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും നടുവിൽ ദൈവത്തെ ഓർക്കുവാനോ നന്ദി പറയുവാനോ അവർക്ക് സമയമില്ല. അസംതൃപ്തമായ ജീവിതം നയിക്കുന്നത് കൊണ്ട് ബെറ്റർ ഇവിടം വിട്ട് അപ്പുറത്തെ ലോകത്തിൽ പോകട്ടെ. 50-ാം വയസ്സിൽ, 56-ാം വയസ്സിൽ, 45-ാം വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. എന്തുമാകട്ടെ, ആ ഭാഗങ്ങളെക്കുറിച്ച് ഞാൻ സ്പർശിക്കുന്നില്ല. എന്നാൽ സംതൃപ്തിയോടുകൂടെ നിനക്ക് ജീവിക്കുവാൻ കഴിയും. സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ വേണ്ടി നീ അമേരിക്ക വരെ പോകേണ്ട കാര്യമില്ല, ഓസ്ട്രേലിയ വരെ പോകേണ്ട കാര്യമില്ല, ഇംഗ്ലണ്ട് വരെ പോകേണ്ട കാര്യമില്ല. നിൻ്റെ കുടിലാണെങ്കിൽ പോലും ആ കുടിലിനകത്ത് കപ്പയും മീനും മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും യേശു ഉണ്ടെങ്കിൽ, യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് കിട്ടിയാൽ, ജീവിതത്തെക്കുറിച്ചുള്ള, ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് ലഭിച്ചാൽ സംതൃപ്തമാകുന്നൊരു ജീവിതം നിനക്ക് നയിക്കുവാൻ കഴിയും. ഏത് സാഹചര്യത്തിലും കർത്താവ് നിനക്ക് നന്മ തരട്ടെ, നിനക്ക് ഉയർച്ച തരട്ടെ, നല്ലൊരു ജോലി തരട്ടെ, നിന്നെ വിദേശ രാജ്യത്ത് തന്നെ അയക്കട്ടെ, ഏറ്റവും നല്ല ഒരു ജോലി നിനക്ക് നൽകി തരട്ടെ. പക്ഷേ അതിലൊന്നുമല്ല നീ സംതൃപ്തിയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത്, അതിലൂടെ അല്ല. സംതൃപ്തി നൽകി തരുവാൻ, സംതൃപ്തി എന്ന് പറയുന്നത് പൂർത്തീകരിക്കുന്ന ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വസ്തുലോകവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ പ്രാണൻ്റെയും ആവശ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആത്മാവിന് ചില ആവശ്യങ്ങളുണ്ട്. ആ ആത്മാവിന് സംതൃപ്തി നൽകി തരുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ പോലും
മുട്ടുമടക്കിയിരുന്ന് അന്യഭാഷയിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആത്മാവിലുള്ള ഒരു ബലമുണ്ട്. ആ ബലത്തിൽ ലഭിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്. അത് ഈ ലോകത്തിലെ ഒന്നിനും നൽകിത്തരുവാൻ കഴിയുകയില്ല. ഒരു വസ്തുവകയ്ക്കും നൽകിത്തരുവാൻ കഴിയുകയില്ല. ദൈവികമാകുന്ന ഈ വെളിപ്പാടുകളിലേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചിരിക്കുന്നു. നോർത്ത് ഈസ്റ്റിൽ ചിലരായിരിക്കണം, ഡൽഹിയിൽ ചിലരായിരിക്കണം, കേരളത്തിൽ ചിലരായിരിക്കണം, ശ്രീലങ്കയിൽ ചിലരായിരിക്കണം, ഓസ്ട്രേലിയയിൽ ചിലരായിരിക്കണം, US ചിലരായിരിക്കണം. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിന്നെ അവിടേക്ക് അയക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ല കാര്യം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എവിടെ ആയിരുന്നാലും നിനക്ക് സംതൃപ്തിയുള്ള, ദൈവഭയമുള്ള, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു നല്ല ജീവിതം നയിച്ച് ഐശ്വര്യപൂരിതമാകുന്നൊരു ഉയർച്ച നീ പ്രാപിക്കണമെന്നാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ മുഖാന്തരമായി ദൈവരാജ്യം അവിടെ വിശാലമാകണം. നിൻ്റെ അധരത്തിലൂടെ സുവിശേഷം മറ്റു പലരുടെയും അരികിൽ എത്തിച്ചേരണം. അവർ വിശ്വാസത്തിലേക്ക് വരേണ്ടതാവശ്യമാണ്. നിന്നെ അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ ചാനലാക്കി മാറ്റുവാൻ കർത്താവാകുന്ന യേശു ആഗ്രഹിക്കുന്നതിനാൽ ഈ മേഖലകളിലുള്ള പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളോട് ഗുഡ് ബൈ പറ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കാതെ പോയിരിക്കുന്നത്, അതിനോടെല്ലാം ഗുഡ് ബൈ പറ. പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനെ വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരിക. ഈ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ പലരുടെയും മനസ്സിലുള്ളതുകൊണ്ടാണ് വ്യാകുലത വരുന്നത്. വ്യാകുലത നമുക്ക് ഉള്ളതല്ല. പൗലോസ് എന്താണ് പറയുന്നത്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവ് തന്നെയാണ് പറയുന്നത്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. ആകുലപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം നീളം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിങ്ങൾക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ മുഖാന്തരമായിട്ട് ആളുകളുടെ ചിന്താരീതി നിഷേധാർത്ഥകമായി തീരും. ആളുകൾക്ക് വ്യാകുലത വരുവാനിട വരും. വ്യാകുലത, ചിന്താരീതി നിഷേധാർത്ഥകമായി തീരുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ജീവിതം കുഴഞ്ഞു മറിഞ്ഞു, അടുക്കും ചിട്ടയും നഷ്ടപ്പെട്ടു, ക്രമരഹിതമായി തീരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതം ക്രമരഹിതമായി തീരുമ്പോൾ ശരീരവും ക്രമരഹിതമായി തീരും. രോഗങ്ങൾ ശരീരത്തിൽ വരികയാണ്. രോഗങ്ങളുടെ എണ്ണം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുത്തൻ പേരുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ഇതാ സന്ദേശം നിങ്ങളെ തേടി വരികയാണ്. യേശുവിൻ്റെ അരികിലേക്ക് വാ, യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ ഓടിവാ. യേശു നിങ്ങളെ തൊടുവാനിട വരും. നിങ്ങളുടെ ശരീരങ്ങളെയും മനസ്സിനെയും സൗഖ്യമാക്കി ഗുണമേന്മയുള്ളൊരു ജീവിതം നയിക്കുവാൻ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് അവിടുന്ന് നിങ്ങളുടെ കൂടെ പാർത്ത് നിങ്ങളെ ഐശ്വര്യമായി ഉയർത്തുവാനും അനുഗ്രഹിക്കുവാനും യേശു വിശ്വസ്തനാകുന്ന ദൈവമാകുന്നു, പ്രാപ്തിയുള്ള ദൈവമാകുന്നു. അവിടുത്തെ കരം ഈ ശുശ്രൂഷകളുടെ ഇടയിൽ തന്നെ നിങ്ങളെ തൊടുവാനിടവരട്ടെ. 73-ാം സങ്കീർത്തനം 25-ാം വാക്യം ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്വർഗത്തിൽ എനിക്കാരുള്ളൂ. സ്വർഗത്തിൽ എനിക്ക് ആരാണുള്ളത്? സ്വർഗത്തിൽ എനിക്ക് പിതാവാം ദൈവം, യേശു, പരിശുദ്ധാത്മാവ്. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ, സ്വർഗത്തിൽ ചെന്നതിന് ശേഷം നമുക്ക് MBBSൻ്റെ റിസൾട്ട് ഒരാഗ്രഹമാണോ? ഡോക്ടർ ആകണമെന്നൊരാഗ്രഹം നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ ഉണ്ടാകും. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകാൻ വേണ്ടി, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ട് നടക്കുമോ? എനിക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ ചെന്നതിന് ശേഷമായിട്ട് വെപ്രാളപ്പെടുമോ? ഒരിക്കലുമില്ല. അതെന്ന് പറയുന്ന അവസാനമില്ലാത്ത ആയിരം വർഷങ്ങളാണ് നാം അവിടെ യേശുവിനോടുകൂടെ ജീവിക്കുവാൻ പോകുന്നത്. അവിടെ നമുക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, യേശുവിനെ എനിക്ക് വേണം, എനിക്ക് യേശുവിൻ്റെ കൂടെ ആയിരിക്കണം. അങ്ങനെ തന്നെ ആയിരിക്കും നീ അവിടെ ജീവിക്കുവാൻ പോകുന്നത്. 24 മണിക്കൂറും അവിടെ സമയമില്ലെങ്കിൽ പോലും നമ്മുടെ അറിവിന് വേണ്ടി 24 മണിക്കൂറും യേശുവിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. നീ യേശുവിനെ നിരന്തരമായി ആരാധിക്കുവാനിടവരും. ഇവിടെ താൽക്കാലികമാകുന്ന 90 വയസ്സ് വരെ ജീവിക്കുന്ന ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഇടയിൽ വരുന്ന എൻജിനീയറിങ്ങോ MBBSോ എറോനോട്ടിക്കോ അതോ ഇതോ ഓഫീസറാകുന്ന ജോലിയോ മറ്റേതെങ്കിലും ജോലിയോ, ഗൾഫിൽ പോകുന്നതോ, ഇംഗ്ലണ്ടിൽ പോകുന്നതോ, ഓസ്ട്രേലിയയിൽ പോകുന്നതോ, ഇതൊന്നുമല്ല ഗൗരവമേറിയ കാര്യം. പ്രിയമുള്ളവരെ, നിത്യതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിലയിരുത്തുകയാണ് എങ്കിൽ നിങ്ങളിപ്പോൾ എന്തിനു കൂടുതൽ പരിശീലിക്കുവാൻ തയ്യാറാകും? ഏത് കാര്യം നിങ്ങൾ കൂടുതൽ പരിശീലിച്ചെടുക്കുവാൻ തയ്യാറാകും? കുറേ കൂടെ ബുദ്ധി വർദ്ധിക്കുന്ന ലോകകാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിന് പകരമായിട്ട് സ്വർഗത്തിൽ നിന്ന് ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യമാണ് നിരന്തരം അനുഭവിക്കാൻ പോകുന്നത്. അതിനാൽ സാന്നിധ്യം അനുഭവിക്കുന്നത് പരിശീലിക്കുവാൻ തുടങ്ങും. നീ സ്വർഗത്തിൽ ചെന്നാൽ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ്, നീ കർത്താവിനെ അവിടെ ആരാധിക്കുവാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നീ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവിനെ ആരാധിക്കുന്നത് പരിശീലിക്കുവാൻ തുടങ്ങും. നീ പറയും, ഭൂമിയിലും ഞാൻ നിന്നെ അല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല.
ആ നിലവാരത്തിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലവാരത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ് എങ്കിൽ അവിടെ നമുക്ക് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളോട് ഗുഡ് ബൈ പറയുവാൻ കഴിയും. ആ ആഗ്രഹങ്ങൾക്ക് എന്നെ ഇനി പീഡിപ്പിക്കുവാൻ കഴിയുകയില്ല. ഞാൻ പ്രതീക്ഷിച്ചതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നില്ലെങ്കിലും സാരമില്ല, എനിക്ക് യേശുവിനെ മാത്രം മതി. ആ ഒരു സമീപനം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോസ്തലന്മാർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് നാളെക്കുറിച്ച് എന്തെങ്കിലും വിചാരമുണ്ടായിരുന്നു? നാളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഭയമുണ്ടായിരുന്നു? നാളെ എവിടെ അവർ കിടക്കുന്നത്? ജയിലിലാണ് അവർ കിടന്നത്, വഴിയിലാണ് അവർ കിടന്നത്, ചില സമയത്തൊക്കെ അവർ കടലിലായിരുന്നു, ചില സമയത്ത് നദിക്കകത്തായിരുന്നു. അങ്ങനെയല്ലേ അവരുടെ ജീവിതത്തിൽ അവർ വിജയം സ്വീകരിക്കുവാനിടയായത്? ആ വിജയം സ്വീകരിച്ചതിൻ്റെ പിന്നിലെ അവരുടെ പ്രേരക ശക്തി എന്തായിരുന്നു? അവർക്കതിന് ആ നിലയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണമായിട്ട് പിന്തുണ കൊടുത്തത് എന്താണ്? നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട്. ഈ ലോക ജീവിതം താൽക്കാലികമാകുന്നു. ഇവിടെ നിങ്ങൾ കോടി സമ്പാദിച്ചു കഴിഞ്ഞാൽ, നാളെ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ചില്ലിക്കാശ്, ഒരു രൂപ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുമോ? അംബാനി വ്യവസായ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാകുന്ന ആ മഹാനാകുന്ന മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോയോ? ടാറ്റയുടെ ആ ബൃഹത്തായ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാകുന്ന ടാറ്റ ഈ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോയോ? ഇല്ല പ്രിയമുള്ളവരെ, ഇതെല്ലാം താൽക്കാലികമാണ്. ഇവിടെ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കരുത്. എനിക്ക് ആ വീസ കിട്ടിയില്ല, എനിക്ക് ഈ നിലയിൽ ജോലി ലഭിച്ചില്ല, എനിക്ക് ആ കാര്യം നടന്നില്ല, ഇങ്ങനെയുള്ള പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളിൽ ജീവിക്കാതെ പകരം നിലവിലുള്ള നന്മകളെ ഓർത്ത് നന്ദി പറയുകയാണെങ്കിൽ, സ്തോത്രം പറയുകയാണ് എങ്കിൽ നിനക്ക് ആവശ്യമുള്ള പ്രൊമോഷൻസ് തക്ക സമയത്ത് നൽകി തരുവാൻ കർത്താവ് വിശ്വസ്തനാകുന്ന ദൈവമാണ്. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്, നന്ദിയില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. നമുക്കൊരു സൈക്കിൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ ചിന്തിക്കും, സൈക്കിളേ എനിക്ക് കിട്ടിയുള്ളൂ, ഈ ലോകത്തിൽ ഇന്നിനിപ്പോൾ ആരാ സൈക്കിളെ ജീവിക്കുന്നത്? ഈ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ കർത്താവേ. ആ ലഭ്യമാകുന്ന നന്മയെ നമ്മൾ നന്ദിയോടുകൂടെ സ്വീകരിക്കാതെ പരാതിയോടുകൂടെ തിരസ്കരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ഒത്തിരി പരാതികളുണ്ട്. ആ പരാതികളോട് നമ്മൾ യാത്ര പറയേണ്ടത് ആവശ്യമാണ്. പരാതി രഹിതമായി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെയും അധരത്തെയും ബലപ്പെടുത്തണം. എന്തിനെക്കുറിച്ചും നമുക്ക് പരാതിയുണ്ട്. നമുക്ക് ആ പരാതികളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാം. നിങ്ങളുടെ അധരത്തിനൊരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അധരത്തെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങളുടെ അധരത്തിൽ വരുമ്പോൾ പരാതികളിൽ നിന്ന്, കംപ്ലയിൻസിൽ നിന്ന് നമുക്ക് വിമോചനം ലഭിക്കുവാനിടവരും. കംപ്ലയിൻസ് കൂടാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. നമ്മുടെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ നമുക്ക് നന്ദി പറയുവാൻ കഴിയും. ഒരു സൈക്കിൾ ലഭിച്ചവൻ അതിനെ നോക്കിയിട്ട് കംപ്ലയിൻറ്റ് പറയുകയാണ്, അയ്യോ ഈ സൈക്കിളിൻ്റെ സീറ്റ് ശരിയല്ല, ഹാൻഡിൽ ശരിയല്ല, അതിൻ്റെ ചെയിൻ ശരിയല്ല, ഇങ്ങനെ പരാതി പറയുന്ന ഒരു വ്യക്തിക്ക് ആ നന്മ കൊടുത്ത വ്യക്തി വീണ്ടും ഒരു നന്മയുടെ കൊടുക്കുവാൻ തയ്യാറാകുമോ? മനുഷ്യനാണെങ്കിൽ ചെയ്യുവാൻ തയ്യാറാകത്തില്ല. നമ്മുടെ കർത്താവ് എല്ലാം നൽകി തരുന്നവനല്ലേ. ഒരു നിബന്ധനയും കൂടാതെ നന്മ നൽകുന്നവനാകുന്നതിനാൽ അവിടുന്ന് നന്മ തന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ വ്യക്തിക്ക് നന്ദിയില്ല, ആ സൈക്കിൾ ലഭിച്ചിട്ട് നന്ദിയില്ല. അതുകൊണ്ട് അവൻ ആ സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ ആ സൈക്കിൾ പഞ്ചറാകുന്നു, ചെയിൻ തെറ്റുന്നു. അവൻ അതിൻ്റെ നന്മ അനുഭവിക്കുവാൻ കഴിയത്തില്ല. അത് അവൻ്റെ ജീവിതത്തിൽ എന്നും ഒരു തലവേദനയാണ്. സാധാരണ പറയുന്നത് പോലെ അവനതൊരു കുരിശായി തീർന്നിരിക്കുകയാണ്. സൈക്കിൾ കിട്ടിയെങ്കിലും ആ സൈക്കിളിൽ നിന്ന് നന്മ ലഭിക്കുന്നില്ല. അവനതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ലക്ഷ്യസ്ഥാനത്ത് അവൻ എത്തിച്ചേരുവാൻ കഴിയുന്നില്ല. പകരം നന്ദിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവം നൽകുന്ന ഏത് നന്മയ്ക്ക് നന്ദി പറയുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഒരു സൈക്കിൾ ലഭിക്കുമ്പോൾ കർത്താവേ, ആയിരക്കണക്കിന് ആളുകൾ നടന്നു പോകുമ്പോൾ എനിക്കൊരു സൈക്കിൾ തന്നതിനായി നന്ദി എന്ന് ആ വ്യക്തി പറയുവാനിടവരും. ആ വ്യക്തി ആ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ആ സൈക്കിളിനെ നോക്കുമ്പോൾ അതിൻ്റെ ഹാൻഡിൽ നന്നായിരിക്കുന്നു, സീറ്റ് നന്നായിരിക്കുന്നു, ടയറുകൾ നന്നായിരിക്കുന്നു. ആ നന്ദിയുള്ളവനാ സൈക്കിളിൽ കയറി യാത്ര ചെയ്യുമ്പോൾ അതൊരു വിമാനം പോലെ യാത്ര ചെയ്യുവാനിടവരും, വേഗത്തിൽ പോകുവാനിടവരും. അവൻ്റെ ചെയിൻ തെറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അവനതിനെ നന്ദിയോടുകൂടെ സ്വീകരിച്ചപ്പോൾ അതവൻ അനുഗ്രഹമായി തീരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലും നന്മ കർത്താവിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരാതിയോടുകൂടെ തിരസ്കരിക്കാതെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ
അത്ഭുതം സംഭവിക്കുവാനിട വരും. ഒരു ചെറിയ ജോലിയാകട്ടെ, നിങ്ങൾ പ്രതീക്ഷിച്ച ആ ജോലി ലഭിച്ചില്ലെങ്കിൽ പോലും ഒരു ചെറിയ തുടക്കം എന്നുള്ള നിലയിൽ നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടെ ആ ജോലി ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ആ ജോലിയിൽ നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് കർത്താവ് നിങ്ങൾക്ക് പ്രൊമോഷൻസ് നൽകി തരുവാൻ വിശ്വസ്തനാകുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുക, ഒന്നും പട്ടിണി കിടന്ന് മരിക്കുന്നില്ലല്ലോ. കാക്കകളെ നോക്കുക, ഒന്നും പട്ടിണി കിടന്ന് മരിക്കുന്നില്ലല്ലോ. അവയ്ക്ക് വേണ്ടി കരുതുന്നവനാകുന്ന നല്ലവനാകുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാകുന്നു. 2 കൊരിന്ത്യർ അതിൻ്റെ 9-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. നോക്ക്, ആ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം അങ്ങനെ തന്നെ സ്വീകരിക്കണം. നിങ്ങൾ സകലത്തിലും എപ്പോഴും, എന്നോട് ചേർന്നൊന്ന് പറ, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവർത്തിയിലും പെരുകി വരുമാർ നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. നമുക്കുണ്ടാകേണ്ട സമീപനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വാരി വിതറി നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാകുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തയ്യാറാകും. പൗലോസിൻ്റെ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം ഇങ്ങനെ ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ സമീപനം സ്വീകരിച്ച് സംതൃപ്തിയുള്ളവരായിട്ട് പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെയെല്ലാം പുറത്തു കളഞ്ഞിട്ട് സംതൃപ്തിയോടുകൂടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. സമർപ്പിക്കുന്നവരെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് തൊടുവാൻ പോകുകയാണ്. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്ന ഒരു സ്പർശനത്തെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കണമേ കർത്താവെ. പൂർത്തീകരിക്കാത്ത എല്ലാ ആഗ്രഹങ്ങളും അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകട്ടെ. അസംതൃപ്തികൾ പുറത്തു പോകട്ടെ. പരാതികൾ പുറത്തു പോകട്ടെ. നന്ദിയില്ലായ്മ പുറത്തു പോകട്ടെ. പകരം നന്ദിയോടുകൂടെ അങ്ങേ സ്തുതിക്കുന്ന അഭിഷക്തരാക്കി അവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷത്തിൽ തന്നെ അവരെ തൊടണമേ. രോഗികൾ സൗഖ്യമാകട്ടെ. അവരുടെ മനസ്സുകളെ സൗഖ്യമാക്കണമേ. അവരുടെ ആന്തരിക മുറിവുകൾ സൗഖ്യമാകട്ടെ. കർത്താവേ, ശരീരത്തിൽ പീഡനം അനുഭവിക്കുന്നവർ, രോഗമനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവരെ തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കണ്ണുകൾ സൗഖ്യമാകുന്നു. അടഞ്ഞ ചെവികൾ ഇപ്പോൾ തുറന്നു വരുന്നു. ആരുടെയോ ചെവി കുറേ ദിവസങ്ങളായി അടഞ്ഞിരിക്കുന്നത് യേശു കർത്താവ് ഇപ്പോൾ തുറക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ അവിടുത്തെ ആണിപ്പഴുതുള്ള കരം നിങ്ങളുടെ മേൽ വരികയാണ്. ഞങ്ങൾ സകല നന്ദിയും മഹത്വവും യേശുവിന് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അസാധാരണ സാന്നിധ്യം ഞാൻ അനുഭവിക്കുവാനിടയായി. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട്. God bless you. Amen.